ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തളർന്ന് വിഷമിച്ചിരിക്കുന്ന ചന്ദ്രയുടെ മുമ്പിലോട്ട് രേവതി കഞ്ഞിവെള്ളം കൊണ്ട് വരുവാണ്. അമ്മ ഈ വെള്ളം ഒന്ന് കുടിക്കുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് സാധനം അത്? അപ്പോൾ രേവതി പറയും, കഞ്ഞിവെള്ളം അമ്മേ. ഇനി ഇതിനെന്താ കലക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്? നീ കലക്കി വെച്ചിരിക്കുന്നത് കുടിച്ചിട്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. എനിക്കിനി നീ തന്നത് ഞാനിനി എന്ത് വിശ്വാസത്തിലെടുത്ത് കുടിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അമ്മേ അതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ എടുത്തുകൊണ്ടും വന്നതല്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, എനിക്ക് നിന്നെ വിശ്വാസമില്ലടി, നിന്റെ അഭിനയമൊക്കെ മതി, നിന്നെ എനിക്ക് നല്ലോണം അറിയാം എന്നൊക്കെ രേവതിയെ ചീത്ത പറയുവാണ് ചന്ദ്ര. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണം അമ്മക്ക് വയ്യാതെയായത്, അതുകൊണ്ടാണ് ഞാൻ ഈ കഞ്ഞിവെള്ളം കൊണ്ടുവന്നത്, അമ്മയുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ, കുടിക്കമ്മയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നിന്നെ വിശ്വസിച്ച് ഞാനിനി വീട്ടിൽ നിന്ന് ഒരു പച്ച വെള്ളം പോലും കുടിക്കില്ല എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവേ. രേവതി ആ കഞ്ഞിവെള്ളം മുഴുവൻ രേവതി കുടിച്ച് കാണിക്കുവാണ്. എന്നിട്ട് പറയും, ഇപ്പോൾ വിശ്വാസമായില്ലേ, ഞാനൊന്നും കലക്കിയിട്ടില്ല എന്നതിൽ, ഞാൻ ആരെയും കൊല്ലാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അടുക്കളയിൽ ഞാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് കുടിക്കുമെന്ന് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞിട്ട് രേവതി അടുക്കളയിലോട്ട് പോകുവാണേ. ചന്ദ്ര ഇത് കേട്ട് ഇങ്ങനെ നെട്ടിരിക്കുകയാണ്. രേവതി ഇങ്ങനെ ചൂടാവുമെന്ന് ചന്ദ്ര ഒട്ടും വിചാരിച്ചില്ലേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിൽ സച്ചി പോയിട്ട് പിടിച്ചു വെച്ച് സച്ചിയുടെ കാർ ഇങ്ങനെ നോക്കി വിഷമിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ തന്നെ ഒരു പോലീസുകാരൻ ചോദിക്കും, എന്താ അവിടെ പണി, എന്താ കാറിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഇതെൻ്റെ കാറാ സാർ, എനിക്ക് ഈ കാറ് വേണം എന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ പറയും, എന്തൊക്കെയാണെങ്കിലും അകത്ത് പോയി സാർമാരുണ്ട്, അവരോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി അകത്തോട്ട് വിടുവാണേ. അകത്തോട്ട് പോയിട്ട് പോലീസുകാരോട് സച്ചി പറയുന്നുണ്ട്, സാർ ആ പുറത്തിരിക്കുന്നത് എൻ്റെ കാറാണ്, നിങ്ങൾ പോലീസുകാരെ ഇന്നലെ പിടിച്ചുകൊണ്ട് പോയതാ സാർ, എനിക്ക് ആ കാറ് വേണം, എൻ്റെ ജീവിതമാണ് ആ കാർ, എനിക്കത് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് സച്ചി അവരോട് അപേക്ഷിക്കുവാണ്. അപ്പോൾ പോലീസുകാരൻ പറയും, നിക്ക് ഏത് കാറ്, നീ ഏതാ, എന്തിനാ പിടിച്ചത് നിൻ്റെ കാറെന്നൊക്കെ ചോദിക്കുവാണ് പോലീസുകാരൻ. അയാൾക്ക് പെട്ടെന്ന് സച്ചിയെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ലേ. പക്ഷെ കുറച്ചു നേരം സച്ചിയുടെ മുഖത്തോട്ട് നോക്കിക്കഴിയുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാന്ന് പറയുമ്പോഴേക്കും വേറൊരു പോലീസുകാരൻ പറയും, ഇവന് മനസ്സിലായില്ലേ, ഇവനല്ലേ ഇപ്പോൾ ലോകം മൊത്തം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത്, സാറിന് ഇവൻ ഇപ്പോഴും മനസ്സിലായില്ലേ, ഇന്നലെയൊക്കെ ഒരു വീഡിയോ വന്നായിരുന്നില്ലേ, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഒരു കാർ ഡ്രൈവറിൻ്റെ വീഡിയോ, അതിലെ നായകനാണ് ഇവനെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കളിയാക്കുവാണ് പോലീസുകാർ. ഒറ്റ ദിവസം കൊണ്ട് എന്തോരായവൻ ഫേമസ് ആയെന്ന് നോക്കിക്കേ. എടാ നീ എല്ലാ ദിവസവും കള്ള് കുടിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഞാൻ കുടിച്ചിട്ടില്ല സാർ, ഇപ്പോഴത്തെ കാര്യമല്ല ഇന്നലത്തെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ സച്ചി പറയും, ഇന്നലെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല സാർ എന്ന് പറയുമ്പോഴേക്കും അവർ വീണ്ടും കളിയാക്കുകയെ, പിന്നെ നീ ആ ബാറിൽ എന്തിനാടാ പോയത്, കറണ്ട് ബില്ലടക്കാനോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പൊട്ടിച്ചിരിക്കുവാണേ പോലീസ് സ്റ്റേഷനിലെ സാറുമാരെല്ലാവരും കൂടിയിട്ട്. എന്നിട്ട് പറയും, ഓരോരുത്തർ എത്ര കോടി രൂപ മുടക്കിയിട്ടാ സിനിമ ഉണ്ടാക്കുന്നത്, ചിലപ്പോഴൊന്നും ആ സിനിമ വിജയിക്കാറ് പോലുമില്ല, പക്ഷേ ഇവൻ ഒരു 5 മിനിറ്റ് വീഡിയോ കൊണ്ട് ലോകം മൊത്തം വൈറലായി ട്രെൻഡിങ് ആയിരിക്കുന്നു, സമ്മതിക്കണം നിന്നെ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുവാണ്, പുച്ഛിക്കുവാണ് സച്ചിയെ. ആര് ചെയ്ത പണിയാണെന്ന് അറിയില്ല സാർ, ആര് എന്നോടുള്ള ദേഷ്യം തീർത്തതാ സാർ എന്നൊക്കെ പറയുവാണ്. ആ വീഡിയോ ഒരു കള്ള വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞ് സച്ചി വിഷമിക്കുവാണ് അവരുടെ മുമ്പിൽ. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ കുടിക്കാറില്ലേടാ? അപ്പോൾ സച്ചി പറയും, ഞാൻ കുടിക്കും സാർ, പക്ഷേ ഇന്നലെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വീണ്ടും കളിയാക്കുവേ, ഇത് നോക്കിയാടെ ഇവൻ പറയുന്നത് കേട്ടില്ല, എപ്പോഴും കുടിക്കുന്ന ആൾ ഇന്നലെ കുടിച്ചില്ല എന്ന്, നല്ല തമാശയല്ലേ, പിന്നെ അവൻ ബാറിൽ പോയത് എന്തിനാണാവോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവേ. സച്ചി നല്ല ഒച്ചത്തിൽ പറയും, സാർ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുടിച്ചിട്ടില്ല എന്ന്. അപ്പോഴേക്കും പോലീസുകാർ പറയും, നിർത്തരാ, നിനക്കെന്താ ദേഷ്യം വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് സച്ചിയെ ചീത്ത പറയുവാണേ. കാറ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു സാർ എന്ന് സച്ചി അപേക്ഷിക്കുമ്പോഴും പോലീസുകാരൻ പറയുന്നത്, നീ എന്താടാ സർവീസിന് വണ്ടി കൊടുത്ത പോലെയാണല്ലോ വന്ന് ചോദിക്കുന്നത്, ഇൻസ്പെക്ടർ സാറ് വരട്ടെ, സാറിനോട് സംസാരിച്ചിട്ടേ നിനക്ക് നിൻ്റെ കാറൊക്കെ തരുന്നുള്ളൂ, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, അടുത്തുള്ള കടയിൽ പോയി ഒരു കെട്ട് A4 സൈസ് പേപ്പറൊക്കെ മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് സച്ചിയെ വിടുവാണ്. വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് സച്ചി അവർ പറയുന്ന പണികളൊക്കെ എടുക്കുവാണേ. ആദ്യം പോയി A4 സൈസ് പേപ്പർ കടയിൽ പോയി മേടിച്ചുകൊണ്ടും വന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചായ കൊണ്ടെത്താന്ന് പറയുമ്പോൾ സച്ചി വീണ്ടും പോയി ചായയൊക്കെ മേടിച്ച് അവർക്കൊക്കെ സപ്ലൈ ചെയ്യുവാണ്. സച്ചിക്ക് വേറെ വഴിയില്ലല്ലോ, ഇവർ പറയണതൊക്കെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ സച്ചിയുടെ കാറ് വീണ്ടും കൊടുത്തില്ലെങ്കിലോ എന്ന് ഓർത്തുള്ളൊരു ടെൻഷനാണ് സച്ചിക്ക്. അത് കഴിഞ്ഞ് അവർ പറയുന്നുണ്ട്, നീ പുറത്ത് പോയി നിൽക്ക്, ഇൻസ്പെക്ടർ വരുമ്പോഴേക്കും ഞങ്ങൾ വിളിച്ചോളാം, അപ്പം അകത്ത് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞ് പുറത്താക്കുകയെ സച്ചിയെ. അപ്പോൾ സച്ചി ഇങ്ങനെ പുറത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടർ ജീപ്പിൽ ഇങ്ങനെ വരുന്നത്. ഇൻസ്പെക്ടറിനെ കാണുന്നതും സച്ചി പുറകെ ഓടിപ്പോകും, സാർ സാർ എന്നൊക്കെ കുറേ വിളിക്കുന്നുണ്ടെങ്കിലും ഇൻസ്പെക്ടർ മൈൻഡ് ചെയ്യാതെ അകത്തോട്ട് കയറി പോകും. അത് കാണുമ്പോൾ സച്ചിക്ക് ഒന്നുകൂടെ വിഷമമാവും. ഇൻസ്പെക്ടർ അകത്തോട്ടെത്തുമ്പോഴേക്കും പോലീസുകാർ പറയും, സാർ ദേ ആ പയ്യൻ കുറേ നേരമായി സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സാറ് പറയുന്നുണ്ട്, അന്ന് അവൻ അകത്തോട്ട് കയറ്റി വിടുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട്
സച്ചി നമ്മുടെ ഇൻസ്പെക്ടറിൻ്റെ മുറിയിലോട്ട് കയറുവാണേ. അപ്പോൾ സാറ് ചോദിക്കും എന്താ വിഷയമെന്ന് ചോദിക്കുമ്പോൾ മറ്റേ പോലീസുകാരൻ പറയുന്നുണ്ട്, സാർ ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാളുടെ, ആ വീഡിയോയിലെ ആളാ ഇയാൾ. അപ്പോൾ സച്ചി പറയും, സാർ ഇന്നലെ ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല സാർ, ശരിയായിട്ട് എന്നെ ചെക്ക് ചെയ്തില്ല, എന്നെ ചെക്ക് ചെയ്യാതെയാണ് അവരെൻ്റെ വണ്ടി പിടിച്ചുകൊണ്ടും പോയെന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, ഓ അപ്പോൾ നീ കുറ്റം മൊത്തം ഞങ്ങളുടെ തലയിൽ ഇടുവാണോ, ചെക്ക് ചെയ്തില്ല എന്ന്? ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാമല്ലോ നീ കുടിച്ചിട്ടുണ്ടെന്ന്, പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്തിനാടാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, സാർ ഞാൻ ഫൈൻ വേണമെങ്കിൽ അടക്കാൻ സാർ, എൻ്റെ കാർ എനിക്ക് തരണം എന്ന് പറയുമ്പോൾ നീ തന്നെ പറയുന്നു കുടിച്ചിട്ടില്ല എന്ന്, പിന്നെ നീ എന്തിനാടാ ഫൈൻ കെട്ടുന്നതെന്നൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുവാണേ. ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല സാർ, അതാ ഞാൻ ഫൈൻ കെട്ടിയിട്ടെങ്കിലും എൻ്റെ വണ്ടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചതെന്ന് പറയുമ്പോഴേക്കും നിൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ വരെ ഇവിടെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, നാട് മൊത്തം നിന്നെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് അവനെ കാറ് വന്ന് തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ സച്ചി പറയും, സാർ എൻ്റെ ലൈസൻസ് ഒന്നും കട്ട് ചെയ്യരുത്, കാർ ഓടിക്കൽ മാത്രമേ എനിക്കറിയാവുന്ന പണിയായിട്ടുള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല സാർ, അതാണ് എൻ്റെ ജീവിതം, അതെനിക്ക് തിരിച്ചു തരണം സാർ എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ ദേഷ്യത്തിൽ തന്നെ പറയുവാണ്, നിനക്കങ്ങനെ കാറൊന്നും തരാൻ പറ്റില്ല, കേസ് കോടതിയിൽ പോകാൻ പോവാം, നീ വേണമെങ്കിൽ കോടതിയിൽ പോയി കാറ് മേടിച്ചോ. അപ്പോൾ സച്ചി വീണ്ടും അപേക്ഷിക്കുവേ, സാർ പ്ലീസ് സാർ എനിക്ക് എൻ്റെ കാറ് വേണമെന്ന് പറയുമ്പോൾ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, കോടതിയിൽ പോകുമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന്. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി അതിരാവിലെ തന്നെ നേരെ ബാറിൽ പോയിരിക്കുവാണ്. സച്ചി വെള്ളമടിച്ചുകൊണ്ടിരുന്ന ബാറുണ്ടല്ലോ, അതേ ബാറിലാണ് രേവതി സ്കൂട്ടർ ഓടിച്ച് പോയിരിക്കുന്നത്. ബാറ് തുറന്നിട്ടൊന്നുമില്ല, പുറത്തിങ്ങനെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുവാണ് തുറക്കുന്നത് നോക്കിയിട്ട്. അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ കമൻ്റ് അടിക്കുന്നുണ്ട്, നോക്കിയടാ ഇത് ആരാ വന്നിരിക്കുന്നതെന്ന്, പെണ്ണ്, കാലമൊക്കെ മാറിപ്പോയി, ഇപ്പം പെണ്ണുങ്ങളും ആണുങ്ങളെപ്പോലെ വന്ന് രാവിലെ ഇവിടെ ക്യൂ നിൽക്കുവാന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കുവാണേ. അപ്പോൾ രേവതി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. രേവതിയുടെ മനസ്സിൽ സച്ചേട്ടൻ പറയുന്നതിൽ എന്തോ സത്യമുണ്ട്, അതറിഞ്ഞിട്ട് തന്നെ കാര്യം. എല്ലാവരും ഉച്ചക്ക് 12:30 എന്നുള്ള സമയം പറയുന്നുണ്ട്, മഹേഷും ആ സമയം തന്നെയാണ് പറഞ്ഞത്, ആൻ്റണിയും 12:30 എന്നുള്ള സമയം പറഞ്ഞിട്ടുണ്ട്. ആൻ്റണിക്ക് എങ്ങനെ സച്ചേട്ടൻ ഇവിടെ 12:30 മണിക്ക് വന്നെന്നുള്ള കാര്യം മനസ്സിലായി, ഇതിലെന്തോ ഒരു കളി നടന്നിട്ടുണ്ട്, ആൻ്റണിയുടെ പണിയാവാനാണ് സാധ്യത, അതറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് രേവതി ഇങ്ങനെ മനസ്സിലുറപ്പിച്ചിട്ട് അവിടെ നിൽക്കുവാണ്. അപ്പോഴേക്കും പുറത്തുകൂടെ ഒരു യൂട്യൂബർ മൂവി റിവ്യൂ പിടിക്കാൻ വേണ്ടി വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ബാറിൽ ഒരു പെണ്ണ് വന്ന് ക്യൂ വെയിറ്റ് ചെയ്യുന്നത് കാണുമ്പോഴേക്കും അയാൾ അവിടെ നിന്നിട്ട് നേരെ മൊബൈൽ എടുക്കുവാണ്. അപ്പോൾ കൂടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, എടാ നമുക്ക് റിവ്യൂ പറയാൻ വേണ്ടി പോകണ്ടേ, നീ എന്താ ഇവിടെ ഇറങ്ങുന്നത്, ഇത് അതിനേക്കാളും വലിയ കണ്ടന്റാടാ, ഞാൻ ഇത് ആദ്യം ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചക്കൻ ഫോണും കൊണ്ട് നേരെ ബാറിലോട്ട് രേവതിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുവാണേ. എന്നിട്ട് ആ ചക്കൻ ലൈവായിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചോട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നേരെ രേവതിയുടെ അടുത്തോട്ട് പോകുവാണ്. എല്ലാവർക്കും നമസ്കാരം, കാലം എങ്ങോട്ടേക്കാണ് പോകുന്നതിനുള്ള ഒരു ഉത്തരം ഉദാഹരണം ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുവാണ്. മദ്യപിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആണുങ്ങളെ നിങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത് രാവിലെ തന്നെ കുപ്പി മേടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ നേരെ ഫോൺ പിടിച്ചിട്ട് രേവതിയെ കാണിക്കുവാണ് ഫോണിലൂടെ ലോകത്തിന് മുന്നിൽ. ബാർ തുറക്കുന്നതിന് മുന്നേ അതിരാവിലെ ഇവിടെ കാത്തു നിൽക്കുന്ന ആ പെൺകുട്ടിയെ ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രേവതിയെ കാണിക്കുമ്പോഴേക്കും പറയുവാണ്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ ശീലത്തിന് അടിമയായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ തന്നെ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് രേവതിയോട് ചോദിക്കുവാണ്, മാഡം എന്താ മാഡം രാവിലെ തന്നെ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നത്, മാഡത്തിൻ്റെ കൈയും കാലും ഒക്കെ വിറക്കുന്നുണ്ടോ, പറയൂ മാഡം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഇതെല്ലാം ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അയാൾ പറയും, ആ മാഡം ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അടുത്തോട്ട് വന്നേന്ന് പറഞ്ഞ് അയാളെ അടുത്തോട്ട് വിളിച്ചിട്ട് അയാളുടെ മുഖത്തിട്ട് ഒറ്റ അടി കൊടുക്കുവാണ് രേവതി. അവിടെ കൂടെ നിന്നവരൊക്കെ ഇത് കണ്ട് ഞെട്ടി എല്ലാവരും ചാടി എഴുന്നേൽക്കുകയും മദ്യം മേടിക്കാൻ വേണ്ടി ക്യൂ നിന്നവരൊക്കെ എല്ലാവരും ഇങ്ങനെ രേവതിയെ തന്നെ നോക്കി നിൽക്കുവാണ്. ഒരു ചെക്കൻ്റെ മുഖത്തിട്ടാണല്ലോ ആ പെണ്ണ് കൈ മുഖത്തിട്ടാണല്ലോ ആ പെണ്ണ് അടിച്ചതെന്നൊക്കെ ഓർത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുവാണ്. നിന്നെ പോലുള്ള യൂട്യൂബർമാരാണ് ഈ ലോകത്തിൻ്റെ ശാപം, സത്യം ഏതാണെന്ന് അറിയുന്നതിന് മുമ്പേ എല്ലാം പിടിച്ച് നെറ്റിലിടുന്ന നിന്നെപ്പോലുള്ളവരുടെ മുഖം ഇതുപോലെ അടിച്ചു പൊട്ടിക്കണം. 2 ദിവസം മുമ്പ് എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് മദ്യപിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇതുപോലെ അപ്ലോഡാക്കി, പക്ഷെ അദ്ദേഹം കുടിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമൂഹം മൊത്തം അദ്ദേഹത്തെ ഇന്ന് കുറ്റക്കാരനാക്കി കാണുവാണ്. നിന്നെപ്പോലുള്ള ഒരാളാണ് ഈ വീഡിയോക്ക് പിന്നിൽ. അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ രാവിലെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതൊന്നും അറിയാതെ കണ്ടപാടെ ഒരു പെണ്ണ് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ തൂക്കി ഇങ്ങോട്ട് വന്നിരിക്കുവാണ് അവനെന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് ചീത്ത പറയുന്നുണ്ട് അയാളെ. അപ്പോഴേക്കും 1 മിനിറ്റ് എന്ന് പറഞ്ഞ ആ യൂട്യൂബർ വേഗം ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുവാണേ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ധീര വനിതയാണ്. ഭർത്താവിൻ്റെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു ധീര വനിത, എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു സ്ത്രീയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പിന്നെയും ചീത്ത പറയുവേ, നിങ്ങൾക്ക് പ്രശസ്തരാവാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ കിട്ടിയുള്ളൂ, മതി ഇങ്ങനെ വീഡിയോ എടുത്തത്, എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ കയറി വീഡിയോ എടുക്കുന്നത്, നിങ്ങൾക്ക് വൈറലാവണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ
വലിയ ആളുകളുണ്ടല്ലോ അവരുടെ പുറകെ പോയി വീഡിയോ എടുക്കുക, എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് വീണ്ടും ചീത്ത പറയുവാണ്. അപ്പോഴേക്കും അദ്ദേഹം യൂട്യൂബറുടെ സുഹൃത്ത് പറയും വാടാ നമുക്ക് പോവാന്ന് പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ട് പോകുവാണ്. പിന്നെ ബാറ് തുറക്കുന്ന ആൾ വരുന്നുണ്ട്. ബാറൊക്കെ തുറന്ന് എല്ലാവരും അകത്തോട്ട് കയറുവാണ്. രേവതിയും കൂടെ ഒപ്പം കയറുന്നുണ്ട്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ രേവതിയോട് പറയുന്നുണ്ട്, നിന്നെ കണ്ട ഇവിടെ കുടിക്കാൻ വന്ന ഒരാളെ പോലെ തോന്നുന്നില്ലല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഓണറിനെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അയാൾ ഓണറിൻ്റെ മുറിയൊക്കെ കാണിച്ചെടുക്കുകയും അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് പോയിട്ട് അയാളോട് സംസാരിക്കുവാണ്. സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് മദ്യപിച്ചായിരുന്നു. അപ്പോൾ പറയും അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും കാണാതെ പോയോ, എന്നാൽ വല്ല പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും മോളെ, ഇങ്ങോട്ട് എന്തിനാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അതല്ല സാർ അദ്ദേഹം കുടിച്ചിട്ടൊന്നും ഉണ്ടായില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിരിക്കുവാണ്. അപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലാവേ, ഓ അയാളുടെ ഭാര്യയാണോ നീ, അയാൾ കാരണം ഈ ബാറിനെ വരെ ഇപ്പോൾ മോശപ്പേരാ, മോള് പോയെന്നൊക്കെ പറയുമ്പോഴേക്കും സാർ എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല സാർ, എൻ്റെ ഭർത്താവ് അങ്ങനെയാണോ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും അയാൾ പറയും കുടിച്ചവരാരെങ്കിലും കുടിച്ചെന്ന് സത്യം പറയുമോ, അവരങ്ങനെയേ പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ല സാർ എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല, ആ വീഡിയോ കാരണം നാട് മൊത്തം എൻ്റെ ഭർത്താവ് നാറിയിരിക്കുക, കാറൊക്കെ പിടിച്ചുകൊണ്ടും പോയി ലൈസൻസും കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സത്യസന്ധത തെളിയിക്കണം സാർ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയും ഞാൻ എന്ത് ചെയ്യാനാ, അല്ല ഇവിടെ മൊത്തം CCTV ക്യാമറകളില്ലേ, എനിക്ക് ആ 2 ദിവസം മുമ്പുള്ള ക്ലിപ്പിങ്സ് ഒന്ന് കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ അയാൾ പറയും മോളെ എനിക്കിവിടെ ഒരുപാട് പണികളുണ്ട്, നിൻ്റെ ഭർത്താവ് അന്ന് ബാറിൽ വന്നിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടാവും, ബാറിൽ വന്നവരെല്ലാവരും കുടിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ രേവതി പറയും പ്ലീസ് സാർ അങ്ങനെ അദ്ദേഹം കുടിച്ചിട്ടില്ല, എൻ്റെ ഭർത്താവ് കള്ളം പറയില്ല, എൻ്റെ വീട്ടുകാർ പോലും എൻ്റെ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞിരിക്കുക, ആ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സത്യസന്ധത തെളിയിക്കണം എന്ന് പറയുമ്പോഴേക്കും അയാളുടെ മനസ്സൊന്ന് അലിയും. അയാൾ പറയും തന്നെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നുന്നുണ്ട്, ഭർത്താവിൻ്റെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു ഭാര്യയല്ലേ, എല്ലായ്പ്പോഴും ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഭാര്യമാർ ഇങ്ങനെയൊന്നും പുറപ്പെടില്ല, കുടിക്കണ ആൾക്കാർ കള്ളേ പറയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും വിശ്വസിക്കാറില്ല, പക്ഷെ മോൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതിൽ എനിക്ക് ഒരു അഭിമാനം തോന്നുന്നുണ്ട്, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ഒരാളെ രേവതിയുടെ കൂടെ വിടുവാണെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് നാളത്തെ എപ്പിസോഡ് നിർത്തുവാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.